ഹേയ് ഫ്രണ്ട്സ്, ഇതൊരു മൂന്നാർ ട്രിപ്പിൻ്റെ വ്ളോഗാണ്. ആക്ച്വലി ഇത് ഞങ്ങൾക്ക് USD ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്ത ഹണിമൂൺ വൗച്ചറാണ്. കല്യാണം കഴിഞ്ഞ് ശരിക്കും ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ലീവൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള ലീവിന് വീടുകളിൽ വിരുന്നും സൽക്കാരമൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഞങ്ങളിത് പോകുന്നത് കല്യാണം കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞിട്ട് ഓണത്തിന് നെക്സ്റ്റ് ഡേ ആണ്. റൂമിലെത്തിയപ്പോഴത്തേക്കും ഒരു 5:30, 6 ഒക്കെ ആയി. പിന്നെ എവിടെയും പോകാനൊന്നും നിന്നില്ല. അന്ന് റൂമിൽ തന്നെ റെസ്റ്റ് എടുത്ത് യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു ബാൽക്കണിയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വില്ല പോലെ ഒരു സെറ്റപ്പായിരുന്നു. നേരെ മൂന്നാർ ടൗണിലേക്ക്. അവിടെ നിന്നൊരു കുഞ്ഞ് പാക്കേജ് പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഒരു ഈവനിങ് 6:30 ആകുമ്പോൾ നമ്മൾ പിക്കപ്പ് സ്പോട്ടിൽ തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. ഓട്ടോ വിളിച്ചത് എന്തുകൊണ്ടും നന്നായി. ചേട്ടനാണെങ്കിൽ അടിപൊളി ഡ്രൈവിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അത്രയും തിരക്കിൽ നമ്മുടെ ആരോ സ്ഥലങ്ങളൊക്കെ കാണിച്ച് എന്താണ് തിരിച്ചു വിട്ടത്. നമ്മൾ പോയ സ്ഥലങ്ങളെന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടി ഡാം, പോത്തമ്മേട് വ്യൂ പോയിൻറ്റ്, പിന്നെ ഒരു ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ റോസ് ഗാർഡ്, പിന്നെ ഫസ്റ്റിൽ പോയത് റോസ് വില്ലാണ് കേട്ടോ. റോസ് വില്ല, പിന്നെ ഫോട്ടോഷൂട്ട് പോയിൻറ്റ്. അവിടെ നിന്നാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. പിന്നെ ജസ്റ്റ് പൂളിലൊക്കെ പോയി. 9 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ 5:30 മോർണിംഗ് തന്നെ ഒരു കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നു. KSRTC ബസ് എപ്പോഴും നമുക്കൊരു വൈബാണ്. പിന്നെയാണ് അതിലവർ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ കേട്ട് നല്ല മെലഡി സോങ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ മെല്ലെ അങ്ങോട്ട് പോയി. അവരാണെങ്കിൽ അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ചേട്ടന്മാർ 2 പേരാണെങ്കിലും ഡ്രൈവർ, കണ്ടക്ടർ 2 പേരും നല്ല കമ്പനി ആയിരുന്നു. അവരിങ്ങനെ കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും നല്ല പരിചയമായി. അപ്പോൾ അങ്ങനെ നല്ലൊരു മൂന്നാർ ട്രിപ്പായിരുന്നു.